ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒടവാഴയ്ക്കാണ്. ഒടവാഴക്ക എന്ന് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും എന്ന് എനിക്കറിയില്ല. ഞാനിത് അടുത്ത കാലത്താണ് ഇതിനെപ്പറ്റി അറിയുന്നത്. അപ്പോൾ ഞാനിത് പഴയ ആൾക്കാരോട് കുറച്ച് ആളുകളോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയതാണ് ഇതിനെപ്പറ്റി. ഞാനൊരു ഷോപ്പിൽ നിന്ന് ആണ് ആദ്യമായിട്ട് ഇത് കണ്ടത്. അവിടെ നിന്ന് വാങ്ങിച്ച് പിന്നെ അതിനെപ്പറ്റി കൂടുതൽ ഇങ്ങനെ ചോദിച്ചറിയായിരുന്നു. അപ്പോൾ ഇത് പണ്ട് കാലത്ത് ഈ തലശ്ശേരിയിലാണ് മെയിനായിട്ട് ഇത് ഉണ്ടാക്കിയിരുന്നത്. പണ്ട് കാലത്ത് ഹജ്ജിന് പോകുന്നവരൊക്കെ കപ്പലിലാണല്ലോ ഹജ്ജിന് പോകുന്നത്. അപ്പോൾ കുറേ ദിവസം എടുക്കും അവിടെ എത്തിച്ചേരാനും പിന്നെ തിരിച്ചു വരാനും ഒക്കെ കുറേ നാളെടുക്കും. അപ്പോൾ ഭക്ഷണ സാധനങ്ങളൊക്കെ കൊണ്ടുപോയാലും പെട്ടെന്ന് ചീത്തയാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പഴമൊക്കെ ഇതുപോലെ ഉണക്കിയെടുത്ത് സംസ്കരിച്ചിട്ടായിരുന്നു അത്ര അവർ കൊണ്ടുവരുന്നത്. അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഈ ഒടവാഴക്ക ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഞാനിത് ഇങ്ങനെ കുറേ ആൾക്കാരോട് ചോദിച്ച് ഏകദേശം ഇതിൻ്റെ ഒരു ഉണ്ടാക്കുന്ന ഒരു ഐഡിയ പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഈ ഒടവാഴക്ക ഉണ്ടാക്കി കഴിഞ്ഞാൽ 1 വർഷമൊക്കെ കേടുകൂടാതെ ഇരിക്കുന്നതാണ് പറയുന്നത്. ഞാനിത് ഉണ്ടാക്കിയിട്ട് 2 മാസം വരെ വെച്ചിട്ടുണ്ട്. അതിൽ കൂടുതൽ ഇരിക്കുമായിരിക്കും. പക്ഷേ 2 മാസം ആകുമ്പോഴേക്കും എൻ്റെ കയ്യിലുള്ള ഒടവാഴക്ക തീർന്നിരുന്നു. അതുകൊണ്ട് 2 മാസം വരെ എന്തായാലും ഇരിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ 1 വർഷമൊക്കെ ഇരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ ഒടവാഴക്ക ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ കുറച്ച് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നന്നായിട്ട് പഴുത്ത നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഈ പഴം തൊലി കളഞ്ഞിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നീളത്തിൽ തന്നെ കട്ട് ചെയ്യാം. ഞാനിത് കുറച്ച് നേരിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് കട്ട് ചെയ്യുന്നത്. പെട്ടെന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ചിലരൊക്കെ ഇത് ഒരു പഴം 2 എണ്ണം മാത്രമേ ആക്കുള്ളൂ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ ഒരുപാട് ദിവസം ഉണക്കേണ്ടി വരും. ഞാനിപ്പോൾ ഇത് അല്പം നേരിയതായിട്ട് ഒരു പഴം 5 എണ്ണമായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ കട്ട് ചെയ്താൽ തന്നെ കുറഞ്ഞത് 7 ദിവസമെങ്കിലും വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കണം. ഇതുപോലെ നമുക്ക് എല്ലാ പഴവും കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഒരുപാട് പഴമൊന്നും ഇപ്പോൾ ചെയ്യുന്നില്ല. 5 പഴം മാത്രം, അതായത് ഏകദേശം 1 കിലോ പഴം മാത്രമേ ഞാനിന്ന് ഒടവാഴക്കയ്ക്ക് വേണ്ടിയിട്ട് ഇത് കട്ട് ചെയ്യുന്നുള്ളൂ. ഒരു കിലോഗ്രാമോളം പഴം ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വെയിലത്തിട്ടിട്ട് നന്നായിട്ട് ഉണക്കിയെടുക്കുകയാണ് വേണ്ടത്. കുറഞ്ഞത് ഒരാഴ്ചയെങ്കിലും വെയിലത്ത് ഇത് നന്നായിട്ട് ഉണക്കിയെടുക്കണം. ഇതുപോലെ ഒരു തുണി വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ പഴം നിരത്തി കൊടുക്കാം. നല്ല വെയിലുള്ള സ്ഥലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കുക. വെയിൽ കുറവാണെങ്കിൽ കൂടുതൽ ദിവസം ഇത് ഉണക്കേണ്ടി വരും. നല്ല വെയിലുണ്ടെങ്കിൽ പോലും കുറഞ്ഞത് 7 ദിവസം ഇത് നന്നായിട്ട് ഉണക്കിയെടുക്കണം. അല്പം ഗ്യാപ്പ് ഇട്ടിട്ട് ഇത് ഉണക്കാനിടാം. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് ഉണങ്ങിക്കോളും. അടുത്തടുത്ത് ഇട്ട് കഴിഞ്ഞാൽ ഉണങ്ങിക്കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പഴം മുഴുവനും ഈ തുണിയിലേക്ക് നിരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഉണക്കിയെടുക്കാം. രാവിലെ മുതൽ വൈകുന്നേരം വരെ വെയിൽ കൊള്ളിച്ചിട്ട് വൈകുന്നേരം ആകുമ്പോൾ ഈ തുണിയിൽ തന്നെ മടക്കി വെച്ച് ടിന്നിലോ മറ്റോ അടച്ചു വെക്കുക. എന്നിട്ട് പിറ്റേന്ന് രാവിലെ വീണ്ടും എടുത്ത് ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യുക. ഇതുപോലെ 7 ദിവസം നമുക്കിത് നന്നായിട്ട് ഉണക്കിയെടുക്കാം. 7 ദിവസം നന്നായിട്ട് ഉണക്കിയെടുത്ത പഴമാണിത്. 7 ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ വെയിലത്തിട്ട് നന്നായിട്ട് ഉണക്കിയെടുത്തതാണിത്. ഇതിലിപ്പോൾ അങ്ങനെ വെള്ളമൊന്നുമില്ല. നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. നന്നായി വാടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. നമ്മൾ ഉണക്കാനിടുമ്പോഴുള്ളതിനേക്കാളും സൈസ് കുറേ കുറഞ്ഞിട്ടുണ്ട്. ഉണങ്ങി ചുരുണ്ടതാണ്. ഇത് ഇങ്ങനെ തന്നെ എയർ ടൈറ്റ് കണ്ടെയ്നറിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബാഗിലോ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ കേടുകൂടാതെ ഇരിക്കും. എങ്കിലും നമുക്ക് ഒന്നുകൂടി കുറേ നാൾ ഇരിക്കുമെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് നമുക്കിതിന് സ്പൈസസ് ചേർത്ത ഷുഗർ സിറപ്പിലിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർക്കാം. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ചേർക്കാം. ഇനി ഇത് രണ്ടും കൂടി നമുക്ക് അടുപ്പത്തേക്ക് മാറ്റാം. എന്നിട്ട് ഇതിൻ്റെ ഫ്ലെയിം ഓൺ ചെയ്യാം. ഇനി ഇതിലേക്ക് 2 വലിയ കഷ്ണം പട്ട ചേർക്കാം. 3 ഗ്രാമ്പൂ, 1 ടീസ്പൂൺ കുരുമുളക് ചതച്ചതും കൂടി ചേർക്കാം. ഫ്രഷായിട്ട് ചതച്ച കുരുമുളക് തന്നെ ചേർക്കുക. ഇതുപോലെ പെപ്പർ ഗ്രൈൻഡർ ഇല്ലെങ്കിൽ മിക്സിയിലോ മറ്റോ ഇട്ടിട്ട് ഫ്രഷായിട്ട് തന്നെ ചതച്ച് ചേർക്കുക. എങ്കിലേ നല്ലൊരു ഫ്ലേവർ കിട്ടുള്ളൂ കുരുമുളകിൻ്റെ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഈ പഞ്ചസാര സിറപ്പിലേക്ക്. ഈ പെപ്പർ ഗ്രൈൻഡർ കാണിക്കാൻ വേണ്ടിയിട്ട് എന്നോട് കുറച്ച് ആൾക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ഐക്യയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിൻ്റെ ഉള്ളിലൊരു സെറാമിക്കിൻ്റെ ഒരു ഇത് മുകളിലായിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ ഈസി ആയിട്ട് പെപ്പർ ഗ്രൈൻഡ് ചെയ്യുന്നത്. പെപ്പർ നന്നായിട്ട് ഉണക്കിയതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ നിറച്ച് കൊടുത്താൽ മതി.
നന്നായിട്ട് ഉണക്കുക, അല്ലെങ്കിൽ മൈക്രോവേവ് ചെയ്തിട്ടോ ഇതിൻ്റെ ഉള്ളിൽ നിറച്ച് കൊടുക്കുക. നമുക്ക് ആവശ്യം വരുമ്പോഴൊക്കെ ഫ്രഷായിട്ട് പെപ്പർ നന്നായിട്ട് ക്രഷ് ചെയ്ത് ഉപയോഗിക്കാം. നല്ല ഫ്ലേവറാണ്. ഫ്രഷായിട്ട് നമ്മൾ പെപ്പർ ക്രഷ് ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു പെപ്പറിൻ്റെ ഫ്ലേവർ കിട്ടും. അതുകൊണ്ട് കുറച്ച് ഉപകാരമുള്ളൊരു സാധനം തന്നെയാണ്. അപ്പോൾ നമ്മുടെ പഞ്ചസാര സിറപ്പ് ഇവിടെ നന്നായിട്ട് പഞ്ചസാരയൊക്കെ മെൽറ്റായി റെഡിയാവാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ചൊന്ന് കട്ടിയായി വരുന്നത് വരെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പഴം ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി ഈ ഷുഗർ സിറപ്പിൽ കിടന്ന് പഴം നന്നായിട്ടൊന്ന് വെന്ത് വരണം. അപ്പോഴേക്കും പഴം നല്ല സോഫ്റ്റായി മാറിയിട്ടുണ്ടാവും. നമ്മൾ ഉണക്കി കഴിയുമ്പോൾ ഇത് കുറച്ചൊന്ന് ഹാർഡായിട്ടുണ്ടാവും. അപ്പോൾ ഈ ഷുഗർ സിറപ്പിലിട്ട് നന്നായിട്ട് ഇതുപോലെ തിളപ്പിച്ച് വേവിച്ചെടുക്കുമ്പോൾ പഴം ഒന്ന് സോഫ്റ്റായി വരികയും ചെയ്യും. ഇതിലേക്ക് ഷുഗർ സിറപ്പും സ്പൈസസൊക്കെ നന്നായിട്ട് പിടിക്കുകയും ചെയ്യും. ഇതിപ്പോൾ നന്നായിട്ട് ഷുഗർ വറ്റി ഈ പഴത്തിലേക്ക് നന്നായിട്ട് ഈ ഷുഗർ സിറപ്പ് പിടിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റാം. എന്നിട്ട് പഴം ഓരോന്നായിട്ട് ഇതുപോലെ എടുത്ത് പ്ലേറ്റിലേക്ക് നിരത്തി കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വരണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നിരത്തി കൊടുക്കുന്നത്. ഷുഗർ സിറപ്പ് നന്നായിട്ട് ഉണങ്ങി നല്ല ഡ്രൈ ആയിട്ട് വരണം. ഓരോ പഴവും എടുത്ത് നമുക്കിതുപോലെ നിരത്തി കൊടുക്കാം. പഴം മുഴുവനും പ്ലേറ്റിലേക്ക് ഞാനിങ്ങനെ നിരത്തി കൊടുത്തിട്ടുണ്ട്. ഇതൊരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ വെച്ച് കഴിയുമ്പോഴേക്കും ഷുഗർ സിറപ്പ് നന്നായിട്ട് ഇതിലേക്ക് നന്നായിട്ട് പിടിച്ചോളും. അതുപോലെ നന്നായിട്ട് ഒന്ന് ഡ്രൈ ആയി വരികയും ചെയ്യും. ഇതുപോലെ നമുക്ക് കുറച്ച് സമയം വെച്ചിരിക്കാം. 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഷുഗർ സിറപ്പൊക്കെ നന്നായിട്ട് പഴത്തിൽ പിടിച്ച് പഴം കുറച്ച് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഉടവാഴക്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ നേരിയ ഉടവാഴക്കാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പഴം 2 കഷ്ണം മാത്രമായിട്ട് കട്ട് ചെയ്ത് കുറച്ച് വണ്ണത്തോടെയുള്ള ഉടവാഴക്ക് ഉണ്ടാക്കാവുന്നതാണ്. കുറച്ചധികം ദിവസം ഉണക്കിയെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി ഇതൊരു പാക്കറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ ഗൾഫിലേക്ക് കൊടുത്തേക്കാനും നേരത്തെ പറഞ്ഞതുപോലെ ഹജ്ജിന് പോകുമ്പോൾ കൊണ്ടുപോകാനായാലും അല്ലെങ്കിൽ നമ്മൾ ദൂരെ യാത്ര പോകുമ്പോൾ കൊണ്ടുപോകാനൊക്കെ ഇത് നല്ലതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ പാക്കറ്റിലാക്കിയിട്ട് നമുക്ക് കൊടുത്തേക്കാം. അതല്ലെങ്കിൽ വീട്ടിൽ തന്നെ വെക്കാനാണെങ്കിൽ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ടിന്നിലിട്ട് വെച്ചാൽ മതി. വളരെ ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. നല്ല കുരുമുളകിൻ്റെ നല്ല എരിവും ഷുഗർ സിറപ്പിൻ്റെ മധുരവും ഒക്കെ ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവം തന്നെയാണ്. നിങ്ങൾ എന്തായാലും ഇത് ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. ഒരു പഴയകാല വിഭവം കൂടിയാണല്ലോ. അപ്പോൾ എന്തായാലും ഒന്ന് രുചിച്ച് നോക്കുക. വളരെ ടേസ്റ്റാണ്. എന്തായാലും ഇഷ്ടാവാതിരിക്കില്ല. പിന്നെ സ്പൈസസിൻ്റെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമില്ലെങ്കിൽ കുറച്ച് ചേർത്താൽ മതി. പക്ഷേ പൊതുവേ ഈ ഉടവാഴക്ക് ഉണ്ടാവുന്നത് കൂടുതൽ പെപ്പറും പട്ടയൊക്കെ ചേർത്തിട്ട് തന്നെയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അഭിപ്രായം അറിയിക്കുക. നിങ്ങൾക്കറിയാവുന്നവരോടൊക്കെ ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത്. കാരണം നമ്മുടെ പഴയകാലത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഭവമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരുമായിട്ട് ഇത് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക്